യദുകുട്ടാ. മാഡം, കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, ഇന്നലെ അവിടെ പെട്ടുപോയിന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. അമ്മേ, അവിടെ എല്ലാരും പേടിച്ചോ? പിന്നല്ലാതെ, കാട്ടാൻ ഇറങ്ങിയാ പേടിക്കാതിരിക്കോ? അമ്മ പേടിച്ചോ? ഞാൻ പേടിച്ചൊന്നുമില്ല. അത് കള്ള യദുക്കുട്ടാ. അമ്മ പേടിച്ച് ചുരുങ്ങിയിരിക്കുമായിരുന്നു. പക്ഷെ അമ്മ പേടിച്ചത് കാട്ടാനല്ല കേട്ടോ, ഇവിടെ യദുക്കുട്ടൻ എങ്ങനെ ഇരിക്കുന്നു എന്ന് ആലോചിച്ചിട്ടാ. അതായിരുന്നു അമ്മയുടെ പേടി മുഴുവൻ. അരുണങ്ങൾ എന്നിട്ട് ആ കാട്ടാന തിരിച്ചുപോയോ? ആർക്കറിയാം. രാവിലെ ഞങ്ങൾ അവിടെയൊന്നും കണ്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. അരുണങ്ങൾ കാട്ടാനയെ കണ്ടോ? ഇല്ല മോനെ, അത് ഞങ്ങളുടെ അടുത്തേക്കൊന്നും വന്നില്ലല്ലോ. ആ സാർ, ഞങ്ങളിപ്പോ എത്തിയതേ ഉള്ളൂ. സാറും കുട്ടികളൊക്കെ നല്ല ടെൻഷനിലായിരുന്നല്ലേ? വല്ലാത്തൊരു അനുഭവമായിരുന്നു സാർ. ചുറ്റും ആളുകളും പോലീസൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു കാര്യമായിരുന്നു. ഒരു തരത്തിൽ പറഞ്ഞ ഈ ജീവൻ പണയം വെച്ച് നിൽക്കാന്നൊക്കെ പറയില്ലേ, അതുപോലെ. ചില സിറ്റുവേഷനിൽ അതൊക്കെ വേണ്ടിവരും, ചില പ്രത്യേക സിറ്റുവേഷനിൽ. അവിടെ ആളുകളുടെ ടെൻഷനൊന്നും ഇപ്പോഴും ഒഴിഞ്ഞിട്ടില്ല സാരംഗ്. ഞങ്ങൾ ഇറങ്ങുമ്പോ മുമ്പിൽ പോലീസ് എസ്കോർട്ട് ഉണ്ടായിരുന്നു. ആ ധൈര്യത്തിലാണ് ഞങ്ങൾ പോന്നത്. ഗുഡ് സാർ, ഞാൻ ഇറങ്ങിക്കോട്ടെ? താനിപ്പോ പോണം നിർബന്ധമൊന്നുമില്ല. അല്ല സാർ, അവിടെ ഫാദർ ടെൻഷനിലിരിക്കുവാണേ, അവിടെ ചെന്നിട്ടൊന്ന് ആശ്വസിപ്പിക്കണം. ശരി മാഡം. സാറ് അരുൺ പൊക്കോളൂ. ബൈ മോനു. അച്ഛനെന്താ മിണ്ടാതെ പോയെന്നറിയോ? ഇന്നലെ എന്നെ വഴക്കുറങ്ങില്ലേ? അമ്മ ഇത് ചോദിക്കുന്ന എഴുതിയിട്ടാ. ചേച്ചി എവിടെ? ചേച്ചി മുറിയിലുണ്ട്. അമ്മ അങ്ങോട്ട് പോണ്ട. എന്താ? ചേച്ചിക്ക് അമ്മയെ കാണണമെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ. അതെ, അമ്മയുടെ മക്കൾക്ക് അമ്മോട് വഴക്കിടാൻ അവകാശമുണ്ട്. പക്ഷേ അമ്മ അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. മോൾക്ക് അമ്മയോടൊന്നും ചോദിക്കാനില്ലേ? എന്ത് ചോദിക്കാനാ? ഇന്നലെ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് അച്ഛൻ പറഞ്ഞോ? അമ്മ വന്നാലും ഒന്നും ചോദിക്കണ്ടെന്ന്. അച്ഛൻ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ഇന്നലെ അമ്മയൊന്ന് വിളിക്കണം എന്ന് തോന്നിയോ? അമ്മ സേഫാന്ന് അച്ഛൻ പറഞ്ഞു, പിന്നെന്തിനാ വിളിക്കുന്നത്? ഇതിനോട് എന്തിനാ വഴക്കുണ്ടാക്കിയത്? വന്നപ്പോഴേക്കും അവനത് പറഞ്ഞു തന്നോ? അവൻ പിന്നെ അമ്മയുടെ ചെല്ലക്കുട്ടിയാണല്ലോ. നീയും എനിക്ക് അങ്ങനെ തന്നെയാ. എന്റെ വാത്സല്യത്തിൽ നിന്ന് നിന്നെ ഞാൻ ഒരിക്കലും ഇറക്കി വിട്ടിട്ടില്ല. വാശി കാണിച്ച് നീ പോവാൻ നോക്ക. നിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ പാടില്ല എന്ന് അമ്മയോട് നീ പറഞ്ഞു. അമ്മയെ പൂർണ്ണമായിട്ടും വെറുത്തോ നീ? അമ്മയ്ക്ക് ആദ്യം പറഞ്ഞത് നീയാ. എന്നെ ആദ്യം അമ്മയെന്ന് വിളിച്ചത് നീയാ. ഒരു വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിയെത്തുമ്പോ അമ്മയ്ക്ക് ചെറിയൊരു പ്രതീക്ഷ മനസ്സിലുണ്ടായിരുന്നു. ഒന്നും പറ്റിയില്ലല്ലോ അമ്മയെന്ന് ഒരു ചോദ്യം മോളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നു. ഇങ്ങനെ തള്ളിക്കളയാൻ അമ്മ എന്ത് തെറ്റാ ചെയ്തേ മോളെ? നീ ഒന്ന് പറയേ. എനിക്ക് കുറച്ച് പഠിക്കാനുണ്ട്. അമ്മ പോണല്ലേ? പോ. ഒരു ദിവസം ഇത്തിരി നേരം നിങ്ങളെയൊക്കെ കാണാതാവുമ്പോൾ അമ്മ അനുഭവിക്കുന്ന ടെൻഷൻ ഉണ്ടല്ലോ, അവിടെ എല്ലാവരും ജീവനെക്കുറിച്ചുള്ള പേടിയാ പറഞ്ഞുകൊണ്ടിരുന്നത്. അമ്മയ്ക്കതല്ലായിരുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പേടിയായിരുന്നു. ഞാൻ മാത്രമല്ല, എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയാ. ഒരർത്ഥത്തിൽ ഒന്നും മനസ്സിലാകാത്ത വിഡ്ഢികളാ അമ്മമാര്. അതാ നിങ്ങൾ മനസ്സിലാകാതെ പോകുന്നത്. അമ്മ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞാൽ മോളുടെ അസ്വസ്ഥത കൂടും. മോൾക്ക് ചെയ്യാനുള്ളത് എന്താന്ന് വെച്ചാൽ ചെയ്തോ. ശരി.
നീ ഇങ്ങ് വന്നല്ലോ. എന്താ ഫാദർ ഇങ്ങനെ നോക്കുന്നത്? ഡാ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ആഹാ, എന്തു കുഴപ്പം? ഞാൻ ദേ പയറ് പോലെ നിൽക്കുന്ന കണ്ടില്ലേ? അതല്ല, ഇപ്പൊ കുഴപ്പമുണ്ടോന്നല്ല, ഇന്നലെ നിനക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ. ഞാൻ ഇന്നലെ എത്ര തവണ ഫാദറിനെ വിളിച്ചു, ഫാദർ എത്താണ് എന്നെ വിളിച്ചു, എന്നിട്ട് ഞാൻ പറഞ്ഞൊന്നും വിശ്വാസമായില്ലേ? എടാ, വിശ്വാസക്കുറവിൻ്റെ ഒന്നും അല്ലടാ. ആ, നീ ചെല്ല്. ബാ. ഡാ, ടി വിയിൽ ആ വാർത്ത കണ്ട അന്നേരം മുതൽ മനസ്സിനൊരു വിറയല. ഞാൻ വേദപുസ്തകം എടുത്ത് വായിച്ചു നോക്കി, കണ്ണും മനസ്സും നിൽക്കുന്നില്ല. എന്നാ പിന്നെ പ്രാർത്ഥിക്കാന്ന് വെച്ചു. അതിനൊരു മനോനിയന്ത്രണം കിട്ടണ്ടേ? അതുമില്ല. നന്നായി. ഫാദർ വിഷമിക്കുമെന്ന് മൈഥിലി മാം എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞതേ, ഫാദർ ഇത്രയും കാര്യങ്ങൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്, അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്നാ. ഇപ്പം എന്നോട് തന്നെ എത്ര കഥ പറഞ്ഞിരിക്കുന്നു. പ്രകൃതി ദുരന്തം ഉണ്ടായെടുത്ത് പോയിട്ടുണ്ടെന്നും പകർച്ചവ്യാധി ഉണ്ടായെടുത്ത് പരിചരിക്കാൻ പോയി, അങ്ങനെ എന്തൊക്കെ. അതൊക്കെ ഉള്ളതാ. എടാ, എത്ര വേദപാഠം പറഞ്ഞു കൊടുക്കുന്ന ആളായാലും കൂടെയുള്ള ഒരുത്തൻ എവിടെയെങ്കിലും പോയി പെട്ടുന്ന് കേട്ടാ ഉള്ളൊന്ന് കാണൂലടാ. ശരിക്കും വിറച്ചു പോയടാ. എന്താ ഫാദർ? അത് പിന്നെ നീ കുറെ കാലമായിട്ട് എന്നോട് ഇങ്ങനെ ഒട്ടി നിൽക്കുന്നോണ്ട് വല്ലാത്തൊരു ടെൻഷനാടാ. കാര്യം നീ വലുതായി. പോകുന്ന വഴിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അത് പരിഹരിക്കാൻ നിന്നെ കൊണ്ട് പറ്റുകയും ചെയ്യും. അതൊക്കെ എനിക്കറിയാം. എന്നാലും ഇപ്പം എന്തായാലും സമാധാനമായല്ലോ. ഓ, ആ മേടയുടെ പണി നടക്കുന്നിടത്തേക്ക് ഒന്ന് ചെല്ലണമെന്ന് പറഞ്ഞു. ഞാൻ പോയില്ല. പോകാതെ പിന്നെ എത്രയും പെട്ടെന്ന് മേടയുടെ പണി തീർത്തിട്ട് നമുക്ക് അങ്ങോട്ട് പോകണ്ടേ? അതല്ലേ നമ്മുടെ സ്ഥലം. അതൊക്കെ ശരിയാടാ. ആ, ഇനിയിപ്പോ പോകാം. ഇനിയിപ്പോ സമാധാനമായിട്ട് പോകാം. ഒന്നുമില്ലാത്ത എന്നെ ആരെങ്കിലുമൊക്കെ ആക്കി മാറ്റിയത് ഫാദറിൻ്റെ ഈ വാക്കുകളും ഫാദറിൻ്റെ ഈ കരുതലുമാണ്. ഇന്നലെ ഞാൻ ഫോൺ ചെയ്തപ്പോൾ ഫാദറിൻ്റെ സ്വരത്തിലുണ്ടായിരുന്ന ആ പേടിയും വെപ്രാളമൊക്കെ എനിക്കറിയാം ഫാദർ, അതെന്നോടുള്ള സ്നേഹം മാത്രമാണെന്ന്. ഇത്രയും നന്നായിട്ട് എന്നെ സ്നേഹിക്കാൻ ഫാദറിനെ പറ്റൂ. അതൊക്കെ പോട്ടെ, നീ വല്ലതും കഴിച്ചായിരുന്നു? ഭക്ഷണമൊക്കെ അവർ നിർബന്ധിച്ച് കഴിപ്പിച്ചു. ഓ, അതെന്തെങ്കിലും കാട്ടിക്കൂട്ടലായിരിക്കും. ആദ്യമായിട്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാം, എന്നിട്ട് അത് വയറ് നിറച്ചാൽ കഴിക്കാം. ആയിക്കോട്ടെ. അല്ല, ഫാദർ ഇന്നലെ വല്ലതും കഴിച്ചോ? ആ, പിന്നെ കഴിക്കാതെ. ഇത് കള്ളമല്ലേ? ഓ, പിന്നെ ഞാൻ നിന്റെ കാര്യം വെച്ച് അവിടെ പട്ടിണി കിടക്കാൻ പോകില്ല. എനിക്കറിയാൻ കഴിച്ചിട്ടുണ്ടാവില്ല എന്ന്. അപ്പൊ എന്തായാലും നമുക്ക് നല്ല കാര്യമായിട്ട് ഉണ്ടാക്കാം. അതിപ്പോ രുചിയോടെ എന്തെങ്കിലും കഴിക്കണേ ഞാൻ തന്നെ അടുക്കള കയറണ്ടേ? ഈ അനാഥ കുട്ടിയാവുന്നതും ഒരു രസമാണല്ലേ ഫാദർ? അല്ലെങ്കിൽ ഇത്രയും സ്നേഹം ഈ ലോകത്ത് ആർക്ക് കിട്ടാനാ? ഓ, മതി മതി നിന്റെ സോപ്പ്. വാടാ തെമ്മാടി, വാടാ. അയാള് വല്ലാതെ ബഹളം വെച്ചിട്ട് പോയത് രഞ്ജിത്ത്. അറിയാടോ, അയാളിൽ നിന്ന് ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കണ്ട. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ആ ഗോൾഡ് എല്ലാം കൊണ്ടുപോയി വെക്കുകയോ വിൽക്കുകയോ എന്താന്ന് വെച്ചാൽ ചെയ്യ്. എന്നിട്ട് ഉള്ളത് അയാളുടെ അടുത്തേക്ക് എത്തിക്ക്. ചിലപ്പോ 1 മാസമോ മറ്റോ സാവകാശം തന്നാലോ? അങ്ങനെ നോക്കാല്ലേ? വേറെ വഴിയൊന്നുമില്ലല്ലോ. ആരും ഒരാൾ ഒരാഴ്ച കഴിയുമ്പോൾ ശരിയാക്കെന്ന് പറഞ്ഞിട്ടില്ലേ? അതൊക്കെ ഒഴിവാക്കാനുള്ളൊരു വാക്ക. എനിക്കങ്ങനെ ഉറപ്പൊന്നും തന്നിട്ടില്ല. ഇരിക്കെ. സാരംഗെന്താ പെട്ടെന്ന് ഇങ്ങോട്ട്? എനിക്കെന്താ ഇവിടെ വന്നുകൂടെ? താനെന്തോ കടുത്ത ടെൻഷനിലാണല്ലോ. മുഖം കണ്ട അങ്ങനെ തോന്നുന്നുണ്ട്. ഏയ്, അങ്ങനെയൊന്നുമില്ലടോ. ഞാനൊരു യാത്ര കഴിഞ്ഞ് വന്നതേ ഉള്ളൂ, അതുകൊണ്ട് തോന്നുന്നത്. ആ സദാശിവന് സെക്യൂരിറ്റി ആയിട്ട് 2 ചെക്ക് ലീഫല്ലേ കൊടുത്തിരുന്നത്?
പണവും പലിശയും ഞാൻ അയക്ക് കൊടുത്തു. രാവിലെ സദാശിവം വന്നപ്പോൾ ഞാനും ഇവിടെ എത്തിയിരുന്നു. അത് അനാമിക തന്നോട് പറഞ്ഞു കാണില്ല. ഞാനിവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഇക്കാര്യം അറിഞ്ഞതായിട്ട് ഭാവിക്കരുതെന്ന് ഇയാൾ എന്നോട് റിക്വസ്റ്റ് ചെയ്തു. ഭർത്താവിൻ്റെ അന്തസ്സിന് ഇയാളുടെ ഒരു കാവൽ. ഞാൻ അതിനെ അങ്ങനെ കണ്ടുള്ളൂ. എങ്കിലും താനിപ്പോ ഈ കടം വീട്ടണ്ടായിരുന്നു സാരംഗ്. ഞാനിത് വെറുതെ തന്നൊന്നുമല്ല. തനിക്ക് പണം റെഡിയാകുമ്പോൾ എൻ്റെ കടം വീട്ടിക്കും. പക്ഷേ സദാശിവനെ പോലെ ചോദിക്കാനും ഭീഷണിപ്പെടുത്താനും ഒന്നും ഞാൻ പറ്റില്ല. അല്ല, ചെറിയ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായാലും താൻ എൻ്റെ പഴയ ചങ്ങാതിയല്ലടോ. ദാ ഇവളും. നിങ്ങളെ വിഴുങ്ങാൻ ഒരു പ്രശ്നം വരുമ്പോൾ അതിൽ പ്രതികരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാനൊരു സുഹൃത്തെന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ആ, പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കടം വീട്ടിയത് ഒരു ചെറിയ തുകയാ. അതിൻ്റെ പേരിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നന്ദി വാചകങ്ങൾ പറയാതിരിക്കാം. ഇതെന്റെ സുഹൃത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്നൊരു ഡ്യൂട്ടിയാ. സോ ദ മാറ്റർ ക്ലോസ്ഡ്. അപ്പൊ ഞാൻ ഇറങ്ങട്ടോ. സാരംഗ്, നന്ദി വാചകം താൻ വിലക്കിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ എൻ്റെ ഈ അവസ്ഥയിൽ താൻ ഈ കാണിച്ചതിൻ്റെ മൂല്യം എനിക്ക് അളന്നെടുക്കാൻ പറ്റില്ല. വേണ്ട വേണ്ട, പറയാൻ തുടങ്ങിയാൽ നമ്മൾ വെറുതെ കാട് കയറും. ഞാനൊരു കുഴപ്പക്കാരനായ മനുഷ്യനാ. നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത പല പ്രശ്നങ്ങളും എൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. പക്ഷെ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ തൻ്റെ പഴയ സുഹൃത്തിനോട് തനിക്കത് പറയാം. ആ ഫ്രീഡം തനിക്കും ദൈവൾക്കും ഉണ്ട്. ഇറങ്ങട്ടെ. രഞ്ജിത്ത്, സോറി രഞ്ജിത്ത്. സാരംഗ് ഇക്കാര്യം അറിഞ്ഞെന്നറിഞ്ഞ രഞ്ജിത്തിന് ഇത് വലിയ അപമാനമാവുമെന്ന് എനിക്കറിയായിരുന്നു. എന്നാലും ഇത്ര പെട്ടെന്ന് അയാളിൽ നിന്ന് ഇങ്ങനൊരു പ്രവൃത്തി ഞാൻ പ്രതീക്ഷിച്ചില്ല. അയാൾ നമ്മളെയൊക്കെ സത്യത്തിൽ സ്നേഹിക്കുന്നുണ്ടോ? മുഴുവനായും അയാളുടെ മനുഷ്യത്വം വറ്റിപ്പോയിട്ടില്ല. എവിടെയൊക്കെയോ ചിലത് ബാക്കി കിടപ്പുണ്ട്. പക്ഷെ രഞ്ജിത്ത്, എത്രയും പെട്ടെന്ന് സാരംഗിന്റെ കടങ്ങൾ തീർക്കണം, കേട്ടല്ലോ? ഓക്കെ, അത് വൈകില്ല, വൈകാൻ പാടില്ല. അമ്മേ, മോളെ ഇങ്ങ് കേറിപ്പോരെ. മോളെ, നിനക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ അല്ലേ? ഇല്ല അമ്മേ, ഞാൻ വിചാരിച്ചത് കുട്ടിച്ചൻ ഈ കാര്യം അമ്മോട് പറയില്ല എന്നാ. പറഞ്ഞു, ഒരുപാട് പറഞ്ഞു. എനിക്ക് നിന്നെ ഇങ്ങനെ കണ്ടപ്പോഴാ ഒരു സമാധാനമായത്. ഇന്നലെ അമ്മ ഒരു തരി പോലും ഉറങ്ങിയിട്ടില്ല. ഇടയ്ക്ക് ഞാനൊന്ന് വിളിച്ചാലോ എന്ന് വിചാരിച്ചതാ. അമ്മ അറിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചു. ഞാനും അങ്ങോട്ട് വിളിക്കണമെന്ന് പറഞ്ഞപ്പോ കുട്ടിച്ചൻ സമ്മതിച്ചില്ല. ഞാൻ കരഞ്ഞു ബഹളം ഉണ്ടാക്കുമെന്ന് കരുതിയിട്ടാവും. നന്നായി. അമ്മയെപ്പോലെ സ്നേഹവും പ്രാർത്ഥനയായിട്ട് ഒരുപാട് പേര് ചുറ്റും ഉണ്ടായിരുന്നു അവിടെ. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇങ്ങോട്ട് എത്തിയത്. ഞാൻ മുമ്പൊരിക്കൽ മോളോട് പറഞ്ഞില്ലേ, ഒട്ടും പ്രതീക്ഷിക്കാത്ത ശത്രുക്കൾ പിന്നാലെ ഉണ്ടെന്ന്. അമ്മ ഒരു കാര്യം പറയാം, നീ വിശ്വസിക്കുകയോ ഇല്ലയോ? എവിടെയെങ്കിലും കൊള്ളാവുന്നിടത്ത് നിന്ന് ഒരു രക്ഷ എഴുതി കെട്ടണം. ശത്രുക്കളുണ്ട്. എവിടെയോ കിടക്കുന്ന കാട്ടാനെ എങ്ങനെയാ എന്റെ ശത്രു ആവുന്നത്? അത് പതിവ് പോലെ പുറത്തിറങ്ങി. ആ സമയത്ത് ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞങ്ങളുടെ കഷ്ടകാലം. മോളെ മൈഥിലി, ഞാനൊരു കാര്യം പറയാൻ നിന്നോട്. അത്
ആ അമ്മ എന്തെങ്കിലും പറഞ്ഞോ നിന്നോട്? അമ്മ അവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കായിരുന്നു എന്നോട്. ഇന്നലെ മുതൽ ഈ നേരം വരെ ഒരു തരി ഭക്ഷണം കഴിച്ചിട്ടില്ല, ഉറങ്ങിയിട്ടുമില്ല. എത്രയെന്ന് വെച്ചാ പറഞ്ഞു മനസ്സിലാക്കുക. സുഖമില്ലാത്ത ആള് അതൊക്കെ ശ്രദ്ധിച്ചല്ലേ പറ്റൂ. അമ്മ ഭക്ഷണം കഴിച്ചോളും. അതുപോട്ടെ, കുട്ടിച്ചൻ എന്തെങ്കിലും കഴിച്ചിരുന്നോ? ഭക്ഷണം കഴിക്കാത്ത കാര്യം പറഞ്ഞ് ഇവളെ വഴക്ക് പറയുമ്പോ എന്തെങ്കിലുമൊക്കെ വീരസ്യം വിളിച്ചു പറയും. പക്ഷെ നീ ഒരാപത്ത് നിൽക്കുമ്പോ കുട്ടിച്ചൻ ഒരു വറ്റ ഇറങ്ങില്ല മോളെ. കയ്യിലുള്ള ഒരു ഫോണാണെങ്കിൽ ആ നേരത്ത് വർക്ക് ചെയ്യുന്നുമില്ല. പിന്നെ ആര് വിളിച്ചാലെന്ത്? എന്റെ കുട്ടിക്കൊന്നും വരുത്തല്ലേ ഈശ്വര എന്നും പറഞ്ഞ് ചാരിയിരുന്ന് കണ്ണടയ്ക്കാതെ നേരം വെളുപ്പിച്ചു. ഒരർത്ഥത്തില് ഞാൻ ഭാഗ്യവതിയാ കുട്ടിയച്ച. ചിലയിടത്തുനിന്ന് സ്നേഹം നഷ്ടപ്പെടുമ്പോ ചിലയിടത്തുനിന്നത് ഭാര്യക്കോരി കിട്ടുന്നുണ്ട്. കുട്ടിച്ചന്റെ അമ്മയുടെ സ്നേഹം കിട്ടാൻ ഞാൻ എന്തെങ്കിലും പുണ്യം ചെയ്തിരിക്കണം. പുണ്യം ചെയ്തത് ഞങ്ങളല്ലേ മോളെ. ഒരു മകനുണ്ടായിരുന്നത് പോയി. അവന്റെ സ്ഥാനത്ത് ഒരു കുടുംബത്തിനെ തന്നെ ഞങ്ങൾക്ക് കിട്ടിയില്ലേ? ഞാൻ എല്ലായിടത്തും ഒരു ഓട്ടപ്രദക്ഷിണം നടത്തുക. എല്ലാരും പേടിച്ചിരിക്കുകയല്ലേ. ഇനിയിപ്പോ അനാമികയുടെ അടുത്തൊന്ന് പോണം. എന്നാ പിന്നെ ഞാൻ കുറച്ച് കഞ്ഞി വെക്കട്ടെ, അത് ഞങ്ങളോടൊപ്പം ഇരുന്ന് കഴിച്ചിട്ട് പോയാ പോരെ? മതി, അത് കഴിഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ. എന്നാ പിന്നെ ഞാൻ അടുക്കളയിലോട്ട് ചെല്ലട്ടെ. മോളിരിക്കെ. ലക്ഷ്മി, മോളെ ആവശ്യമില്ലാത്തതൊന്നും പറഞ്ഞ് വിഷമിപ്പിക്കല്ലേ കേട്ടോ. അമ്മ കുട്ടിച്ചനെ വിഷമിപ്പിക്കരുത് കേട്ടോ. അമ്മ ഒന്ന് തളർന്നു പോയാ കുട്ടിച്ചൻ വീണുപോകും. കുട്ടിച്ചന് എല്ലാവരോടും സ്നേഹമാ മോളെ. ചുറ്റുമുള്ളവരെ ഇങ്ങനെ അങ്ങ് സ്നേഹിക്കാൻ കുട്ടിച്ചനല്ലാതെ മറ്റാർക്കും കഴിയില്ല. കുട്ടിച്ചൻ നല്ലവനാ മോളെ. കുട്ടിച്ചൻ എല്ലാവരുടെയും നന്മ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. ആഹാ, ഇന്നലെ ഞങ്ങളെയൊക്കെ അങ്ങ് പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ഞങ്ങൾ ആ സിറ്റുവേഷനിൽ ആദ്യമായതുകൊണ്ട് ഒന്ന് പേടിച്ചെന്നുള്ളത് സത്യമാ. പക്ഷെ അവിടുത്തെ ആളുകളെ സമ്മതിക്കണം. ഈ കുട്ടികളെയും മുതിർന്നവരെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവര് പതിപോലെ അതിനെ നേരിട്ടു. അല്ല, സ്നേഹം എവിടെയെങ്കിൽ? സ്നേഹം പരിഭവത്തിലാണെന്ന് തോന്നുന്നു. പോകുന്ന വഴിക്ക് അയാൾ വിളിച്ചതും ഞാൻ ഫോൺ എടുക്കാണ്ടിരുന്നതൊക്കെ സത്യമാണ്. പക്ഷേ ഇങ്ങനൊരു സിറ്റുവേഷനിൽ അയാൾക്ക് എന്നെ ഒന്ന് വിളിക്കായിരുന്നു. അതുണ്ടായില്ല. ഫാദർ എന്ന് പറഞ്ഞപ്പോ മോള് തന്നെ വിളിച്ചെന്നാ ഞങ്ങൾ കരുതിയത്. ഇന്ന് രാവിലെയാണ് വിളിച്ചിട്ടില്ല എന്ന് മനസ്സിലായത്. ഒരു കാര്യം ചെയ്യ്, നേരിട്ട് പോയി സംസാരിക്കുക. ശരി. ഞാൻ ജീവനോടെ തിരിച്ചെത്തി. അതെ, ഒരാളൊരു ആപത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുക വേണ്ടപ്പെട്ടവരുടെ ആശ്വസിപ്പിക്കലാണ്. അതുപോലും ഇല്ലാണ്ടിരിക്കാൻ ഞാൻ എന്ത് തെറ്റാടോ ചെയ്ത്? എന്താടോ ഒന്ന് വിളിക്കാൻ പോലും തോന്നാത്ത? അത് പിന്നെ അരുൺ ഇങ്ങനൊരു അവസ്ഥയിൽ നിൽക്കുമ്പോ അങ്ങോട്ട് വിളിച്ചാ ഞാൻ കരഞ്ഞു പോകും. എന്റെ കരച്ചില് അരുണിന്റെ അസ്വസ്ഥത കൂട്ടുകയുള്ളൂ. അത് വേണ്ടെന്ന് വെച്ചിട്ടാ ഞാൻ വിളിക്കാതിരുന്നത്. ഈ പറഞ്ഞത് സത്യമാണോ? സത്യമല്ലാതെ പിന്നെ